ചേട്ടാ ബി.ജെ.പിയുടെ വോട്ട് വാങ്ങിയാണ് ജ്യോതികുമാർ ചമ്മക്കല യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചതെന്നാണ് ഗണേഷ് കുമാറിന്റെ ആക്ഷേപം. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ കണക്ക് ശരിയാവുന്നുണ്ടോ? ഒരിക്കലും അത് ശരിയല്ല. ബി.ജെ.പിയുടെ വോട്ട് മേടിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ബി.ജെ.പിക്കാരനല്ല. ഞാൻ കേരള കോൺഗ്രസ് ബിക്കാരൻ തന്നെയാണ്. എന്നെ ഷാജു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കുന്നില്ല. എന്നെ പുറത്താക്കാൻ പാർട്ടി ചെയർമാന് മാത്രമേ അവകാശമുള്ളൂ. ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്. കേരള കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിപ്പോൾ ചാമക്കാരെ വോട്ട് ചെയ്തു. ആ രീതി അനുസരിച്ച് പാർട്ടിക്കാർ തിരിച്ച് വോട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഹന്തയും അഹങ്കാരവും ഉണ്ട്. നേതൃതലത്തിലുള്ള മറ്റാളുകൾ വോട്ട് ചെയ്ത കാര്യം അറിയാം. പേരുവിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. എങ്കിലും രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള പല ആളുകളും ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തി കൈപ്പത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ പേരിലുള്ള ആരോപണം എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാം നല്ലതാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ദേഹത്തുനിന്നുള്ള കുറ്റം ഒഴിയാൻ വേണ്ടിയും കാര്യം അദ്ദേഹം STPയുടെ വോട്ട് മേടിച്ചു എന്നാണല്ലോ അറിവ്. രൂപ കൊടുത്ത് STP എന്ന് പറയുന്ന സംഘടനയുടെ വോട്ട് മേടിച്ചു എന്ന് പബ്ലിക് പറയുന്നുണ്ടല്ലോ. പരാജയമാണ്. ഇനി അംഗീകരിച്ച് അത് മുന്നോട്ട് പോകാന്നുള്ളതല്ലാതെ നീ ജയിച്ചത് ഇന്നതുകൊണ്ടാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അംഗീകരിക്കാനുള്ള പ്രയാസമാണ്. തോറ്റിട്ടില്ലല്ലോ. 2021 മുതൽ തോൽവിയുടെ ഗുണം അറിഞ്ഞില്ലല്ലോ. 4-ാം തീയതി 2 മണിയായപ്പോഴല്ലയോ പെട്ടിയെടുത്തുകൊണ്ട് വണ്ടിക്കകത്ത് കയറുന്ന ആ പടം നമ്മൾ TV കണ്ടത്. അന്നേരം വലിയ ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് മനസ്സിലായത്. ഒരിക്കലും നിൽക്കത്തില്ല. ഇവർ പാവപ്പെട്ട ഒരുത്തനോട് അത്യാവശ്യം വന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആരോടെ പറഞ്ഞാൽ കേൾക്കും? ഇവിടെ MLA മറ്റു കാര്യങ്ങളും ഭരണ സംവിധാനവും വേറെ നിൽക്കുന്ന സമയത്ത് ആളുകൾ പാർട്ടിയിൽ നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ചെറുതും വലുതുമായ ന്യായമായ ആവശ്യങ്ങൾക്ക് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇത്രയും പാർട്ടിക്കാരെതിരാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ധിക്കാരമാണ്. പാവപ്പെട്ടവന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നാലും അദ്ദേഹത്തെ കണ്ടാലും ഒരു സൗമ്യമായ രീതി അനുസരിച്ച് ഒരു മറുപടി കൊടുക്കുകയല്ല. വിശേഷിച്ചും പാവപ്പെട്ടവനോട് ആ രീതി അനുസരിച്ച് വന്ന ആളുകൾ വെറുക്കപ്പെട്ടു. വെളിയിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് വളരെയധികം സൗമ്യതയിൽ കഴിഞ്ഞുകൂടിയെന്നല്ലേ പറയുന്നത്. കൂടെ നടന്നിട്ടുള്ള ആളുകൾക്ക് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഇതുവരെ സൗമ്യതയെന്ന്. അതിനെക്കുറിച്ച് ഇനി നേരത്തെ പറഞ്ഞാൽ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് സാമ്പത്തിക ആവശ്യം പോലെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ പല രീതി അനുസരിച്ചും കേച്ചേരിയുടെ കയ്യിൽ നിന്നും വിളമ്പൽ ബാങ്കിൽ നിന്നും ഒക്കെ എടുത്ത പൈസകൾ കോടികൾ അങ്ങനെ കയ്യിലിരിക്കുകയല്ലേ. സാമ്പത്തികം കൂടിപ്പോയപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാൻ ചിത്തപ്രഭമാണ്. ഒരിക്കലും BJP ഉള്ളവരെ ശ്രമിക്കാന്ന് വെച്ചാൽ കൊണ്ട് സുരേഷ് ഗോപിയെ ആക്ഷേപിച്ചതിൻ്റെ കിടക്കില്ല. അതുപോലെ പട്ടാഴിയിലെ BJPക്കാരെ പരസ്യമായി ആക്ഷേപിച്ചു ആ പെട്രോൾ പമ്പുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തിൽ. ഇതിലെല്ലാം വെച്ച് BJPക്കാർ ശക്തമായ രീതി അനുസരിച്ച് ഇദ്ദേഹത്തിനെ എതിർത്തു. അപ്പൊ ആരുടെ വോട്ട് കിട്ടിയാലും ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് കിട്ടുന്നത് മോശമാണെന്ന് പറയാൻ പറ്റുമോ? അതെ. ഗണേഷ് കുമാർ അധികം ഗണേഷ് കുമാർ എന്നുള്ളതല്ലാതെ ഇളമ്പലയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരൊറ്റ കേരള കോൺഗ്രസ്സുകാരനുണ്ടായിരുന്നു. മാർക്സിസ്റ്റുകാരേ ഉള്ളായിരുന്നു. ഈ തോട്ടണൊക്കെ പോലും ഈ മാർക്സിസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധ ഒരു പ്രകോപനവും കണ്ടിട്ടില്ല. ഇദ്ദേഹം മാത്രം ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷക്കാരിവിടെ ഒന്നുമില്ലായിരുന്നു. കേരള കോൺഗ്രസ്സുകാർ മാത്രമാണ് ഇവിടെ മത്സരിച്ചത് അല്ലല്ലോ. ഇടതുപക്ഷ മുന്നണിയായിട്ടല്ലേ മത്സരിച്ച്. ആ മുന്നണിയായിട്ട് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ കൂടെ ബന്ധപ്പെടുത്തി ഇല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിലുള്ള ആളുകളെ കൂടെ ബന്ധപ്പെടുത്തി ഒരു സമ്മേളനം നടത്തായിരുന്നല്ലോ. ഇത് അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞാൻ കേമനാണെന്നുള്ള രീതി അനുസരിച്ച് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്ന കാലമല്ലിത്. സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവരുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അവര് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കും ഇതൊരു തലവേദനയായി മാറി. എൻ്റെ രാഷ്ട്രീയ രീതി അനുസരിച്ച് ഞാൻ ആലോചിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഞങ്ങളുടെ ഈ പാർട്ടിയിൽ നിന്നും പോയ ആളുകളെ ഒന്ന് വിളിച്ചു കൂട്ടുന്നുണ്ട്. കോഴിക്കോട് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊന്ന് കൂടിയതിന് ശേഷം തീരുമാനിക്കും. നജീം പാലക്കണ്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന നജീം മുഹമ്മദ് തുടങ്ങി ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് വരെയുള്ള ആളുകൾ നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ട്. വിളിച്ചു കൂട്ടുക. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞോട്ട് മന്ത്രിസഭയൊക്കെ ഒന്ന് രൂപീകരിച്ചതിന് ശേഷം ആകട്ടെ എന്നുള്ള രീതിയിലാണ് കാര്യം. നമുക്ക് ആർത്തിയില്ലല്ലോ പാർട്ടി വേണമെന്ന്. നമ്മൾ ആരുടെയും പോക്കറ്റടിക്കാനോ ഇല്ലെങ്കിൽ കള്ളക്കേസ് കുരുങ്ങാനോ മറ്റു കാര്യത്തിനോ ഒന്നും പോകുന്നില്ലല്ലോ. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഗണേശനെതിരെ ഉയർന്നു. അപ്പോൾ വീണ്ടും പത്തനാപുരത്ത് തന്നെ പുള്ളി നിലനിൽക്കും എന്ന് പറയുമ്പോൾ ആ ഓഫീസിലൊരു അഴിച്ചുപണി ആവശ്യപ്പെടുന്നുണ്ടോ? ആ ഓഫീസിലെ അഴിച്ചുപണിയുടെ ആവശ്യമാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടത്. ആദ്യം അത് നടക്കാതെ വന്നപ്പോഴാണല്ലോ അവരിവിടുന്ന് പിരിഞ്ഞത്.
പിരിഞ്ഞതിന് ശേഷമാണല്ലോ ഈ അവിഹിത ബന്ധം പുറത്തു വരുന്നത്. ഈ പുറത്ത് വന്നതിന് ശേഷമാണല്ലോ അവർ പൂർണ്ണമായും വിട്ടുപോയത്. അപ്പം ആ ആഫീസ് എന്ന് പറയുന്നത് തന്നെ ഇതിനിട്ടിരിക്കുന്നതാണ്. അല്ല പാർട്ടി ഓഫീസ് അല്ലല്ലോ. പാവപ്പെട്ടവൻ അവിടെ പാർട്ടിക്കാരന് ഒരു കാര്യത്തിന് ചെന്നാൽ പിന്നെ ഒന്ന് വിളിച്ചു പറയാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒക്കെയില്ല. പിന്നെ എന്ത് സേവനം ചെയ്യാനാണ് ആ ഓഫീസുകളുടെ മുന്നോട്ട് പോകുന്നത്? അത് എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും ഈ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന സാധനം തീർന്നു. അതിന് യാതൊരു സംശയവുമില്ല. കാര്യം അധികാരമില്ലാത്ത പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ബാലകൃഷ്ണപിള്ള സാർ ഉണ്ടാക്കിയ പാർട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത് വാസ്തവത്തിൽ അയാൾ ആ പെട്ടിയെടുത്തുകൊണ്ട് പത്തനാപുരത്ത് വണ്ടിയെ കയറിയപ്പോൾ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ട് തോന്നി. കാര്യം ഞാൻ വളരെ ചെറുപ്പത്തിലേ മുതലേ കണ്ട് വളർന്ന ഒരാളാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ പോലും എനിക്കതൊരു മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ബാലകൃഷ്ണപിള്ള സാർ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങൾ മൊത്തം ചെയ്തു. കൂടെ നിർത്തിയപ്പോൾ ഒരു സഹോദരനെ പോലെ എന്നെ കൂടെ കാണേണ്ടതില്ലേ. ഞാൻ എച്ചിരി നോക്കിയാണ്, ചെരുപ്പ് നോക്കിയാണ്, അയാളിൽ നിന്ന് ഞാൻ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു എന്നാണ് പറയുന്നത്. ഒരു കാര്യം അദ്ദേഹം പുറത്ത് പറയട്ടെ, ഞാൻ ഇന്ന കാര്യം ഇന്നാർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒരു കാര്യം ചെയ്തിട്ടില്ല. മാനസികമായ ഒരു കുടുംബമല്ലയോ ഞങ്ങൾ 19 വർഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടു നടന്നൊരു കുടുംബമാണല്ലോ. അതിൽ നിന്ന് പിരിയുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ട് തീർച്ചയായിട്ടും. ഒരിക്കലും പറ്റുകയില്ല. രാഷ്ട്രീയമായി നിലനിൽക്കണമെങ്കിൽ സ്വാധീനങ്ങൾ വേണം. സ്വാധീനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ പലർക്കും പല അത്യാവശ്യമാണ്. നിസാര ഒരു MLA കത്തുണ്ടെങ്കിൽ ഒരു റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ നോക്കും. ഇനിയിപ്പോൾ ആ പാവപ്പെട്ടവൻ അവിടെ ചെന്ന് പിന്നെ ജ്യോതികുമാർ ചാമക്കാലയെ കാണുമോ, ഗണേഷ് കുമാറിനെ കാണുമോ? ഇപ്പോൾ ജ്യോതികുമാറിനെ അല്ലേ കാണാൻ പറ്റൂ, MLA കത്തല്ലേ വേണ്ടി. ആ പരിസ്ഥിതിയിൽ ആളുകൾ ഇതിങ്ങനെ വെറുക്കപ്പെടും. മുൻമന്ത്രി എന്ന് പറയുന്ന സ്വാധീനത്തിനൊന്നും അവിടെ ഒരു വിലയില്ല. പക്ഷെ വിലയുണ്ടായിരുന്നു. ബാലകൃഷ്ണപിള്ള സാറ് മുൻമന്ത്രിയായിരുന്നപ്പോൾ ഇതിന് വിലയുണ്ടായിരുന്നു. അദ്ദേഹം അന്നും വിളിച്ച് പിന്നെ പല മന്ത്രിമാരെങ്കിലും ശുപാർശകൾ ചെയ്താൽ അതേപടി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് നിൽക്കുമെന്ന് പറയാമല്ലോ. നിൽക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നിൽക്കാനെ തീർന്നു കാര്യം, കച്ചവടം കഴിഞ്ഞു. തീർച്ചയായിട്ടും വരും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 4-ാം തീയതി 4 മണിയാകുമ്പോൾ ഈ സാധനം തീർന്നെന്ന്. ഒരു വിശ്വാസമില്ല, നിൽക്കത്തില്ല. അതായത് ഇടതുപക്ഷ മുന്നണി ഇയാൾക്ക് സീറ്റ് കൊടുക്കുകയല്ലോ, പിന്നല്ലേ നിൽക്കുന്നത്. പിന്നെ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനോ? ഈ പാർട്ടി നിൽക്കണമെങ്കിൽ ജനത്തിന്റെ ഇടയിൽ നിൽക്കണം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളുകളെ ഗണേഷ് കുമാർ ഒന്ന് താഴെ വന്ന് ബന്ധപ്പെടുത്തി ആലോചിച്ച് കാര്യങ്ങൾ നടത്താൻ ഒക്കുമെങ്കിൽ മുമ്പോട്ട് പോകാം. അതും എനിക്ക് വിശ്വാസമില്ല. കാര്യം ഈ ബാലകൃഷ്ണപിള്ള സാറിന്റെ മരണശേഷം ബാലകൃഷ്ണപിള്ള സാറിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആരുടെയും താല്പര്യമില്ല. ആകെ പിന്നെ അതിനകത്ത് കണ്ടാൽ മിണ്ടുന്ന എന്നോട് മാത്രമേ ഉള്ളൂ. അത് ഈ പൈസയുടെ ഏർപ്പാട് കൊണ്ടായിരുന്നു. പൈസ തീർന്നപ്പോൾ എന്നെയും ശത്രുവാക്കി.